നമസ്കാരം. ഇതാണ് ഞാൻ ജനിച്ചു വളർന്ന തറവാട്. പറപ്പൂര് എന്ന് പറഞ്ഞ കൊച്ചു ഗ്രാമത്തിൽ വർഷങ്ങൾക്ക് മുമ്പ് ഞാൻ ഓടിക്കളിച്ചതൊക്കെ ഈ മുറ്റത്തായിരുന്നു. ഞാൻ ജനിച്ചു തന്നെ ഈ വീട്ടിലാണ്, അല്ലാതെ പണ്ടത്തെ കാലത്ത് അങ്ങനെ ഹോസ്പിറ്റലിൽ പോയിട്ടൊന്നല്ല പ്രസവം. മദർ പറയാറുണ്ട്, എന്നെ ഈ വീട്ടിൽ ഈ ഒരു മുറിയിൽ തന്നെയാണ് പ്രസവിച്ചത്. പിന്നെ വർഷങ്ങൾക്ക് ശേഷം ഫാദറിൻ്റെയും മദറിൻ്റെയും കാലശേഷം ഇപ്പോൾ ഇവിടെയൊന്നും വരാതായി. എന്നാലും ആ ഒരു ഗൃഹാതുരത്വം ഇപ്പോഴും ഉണ്ട്. എനിക്ക് തോന്നാറുണ്ട്, ഈ നാട്ടിൻപുറത്ത് ജനിച്ച് വളരാനുള്ളൊരു ഭാഗ്യം ഉള്ളതുകൊണ്ട് ഈ പച്ചപ്പും അല്ലെങ്കിൽ ഈ പ്രകൃതി ഭംഗിയും ഒക്കെ എന്നെ വളരെയധികം സ്വാധീനിച്ചിട്ടുണ്ട്. അത് ഒരു പരിധിവരെയെങ്കിലും അത് വീഗാലാൻഡ്, വണ്ടർല എന്ന സ്ഥാപനങ്ങളിൽ ഞാനത് പകർത്താൻ ശ്രമിച്ചിട്ടുണ്ട്. എന്നാലും എനിക്ക് തോന്നാറുണ്ട്, ഇപ്പോഴത്തെ കുട്ടികൾക്ക്, ചെറുപ്പക്കാർക്ക് അതെല്ലാം മിസ് ചെയ്യുന്നു എന്ന് എനിക്ക് തോന്നൽ. കാരണം നമ്മൾ ഈ കോൺക്രീറ്റ് ജംഗിളിൻ്റെ ഇടയ്ക്ക് താമസിക്കുമ്പോൾ പച്ചപ്പും മണ്ണുമൊക്കെ നമുക്ക് മിസ് ചെയ്യുന്നുണ്ട്, എനിക്കും മിസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും ഇവിടെ വന്നപ്പോൾ ഒരു സന്തോഷം. ഞാനിപ്പോൾ നിൽക്കുന്നത് പറപ്പൂര് പള്ളിയുടെ മുറ്റത്താണ്. പള്ളിമുറ്റത്തെ പറ്റി പറയുമ്പോൾ ഒത്തിരി ഓർമ്മകളുണ്ട്. കാരണം ഞങ്ങൾ ചെറുപ്പക്കാർ സമ്മേളിച്ചിരുന്ന ഒരു സ്ഥലമാണ് വൈകുന്നേരങ്ങളിൽ. പിന്നെ കുറേ പേര് ഇവിടെ ബാഡ്മിൻ്റൺ കളിക്കും, കുറേ പേര് വട്ടം കൂടി ഇരുന്ന് ചീട്ട് കളിക്കും, കുറേ പേര് ഇരുന്ന് നുണ പറയും, അല്ലെങ്കിൽ തമാശ പറയും. അങ്ങനെയൊക്കെ ഒരു സെൻട്രൽ പ്ലേസ് ആയിരുന്നു ഈ പള്ളിമുറ്റം. അങ്ങനെ വീണ്ടും ഈ പറപ്പൂര് പള്ളിമുറ്റത്ത് വരാൻ സാധിച്ചതിലും ഇവിടുത്തെ ഓർമ്മകൾ പുതുക്കാൻ സാധിച്ചതിലും എനിക്ക് അതിയായ സന്തോഷമുണ്ട്. ഞാനിപ്പോൾ ഇരിക്കുന്നത് ഞാൻ 10ാം ക്ലാസ്സിൽ പഠിച്ച അതേ ക്ലാസ് റൂമിലാണ്, സെൻറ്റ് ജോൺസ് ഹൈസ്കൂൾ പറപ്പൂർ. ഇപ്പോൾ നോക്കുമ്പോൾ വലിയ മാറ്റമൊന്നും വന്നിട്ടില്ല എന്ന് എനിക്ക് തോന്നുന്നുണ്ട്. അന്നത്തെ ഓർമ്മകളിൽ പറയുകയാണെങ്കിൽ ഈ സൈഡിൽ ആൺപിള്ളേരിരിക്കും, അവിടെ പെൺപിള്ളേരിരിക്കും. അതുതന്നെയല്ല, ഒരു കാരണവശാലും ആൺപിള്ളേരും പെൺപിള്ളേരും തമ്മിൽ മിണ്ടിക്കൂടാ. അതൊക്കെ വളരെ സ്ട്രിക്റ്റായിരുന്നു. അന്നത്തെ കാലത്ത് എനിക്കിപ്പോഴും ഓർമ്മ വരികയാണ്. അതായത് ആൺപിള്ളേരൊക്കെ കളിക്കണമെങ്കിൽ ഇവിടെ ഈ ഗ്രൗണ്ടിലേ കളിക്കാൻ പാടുള്ളൂ. അതേസമയം പെൺപിള്ളേർക്ക് കളിക്കണമെങ്കിൽ ആ ഗ്രൗണ്ടിൽ പോകണം. തമ്മിൽ മിംഗ്ലിംഗ് ഒന്നും പാടില്ല, സംസാരിക്കാൻ പാടില്ല. അതുപോലെ തന്നെ ഞാൻ എൻ്റെ ഓർമ്മക്കിളിവാതിൽ എഴുതിയിട്ടുണ്ട്, അതായത് ഈവൻ ചെയ്യാത്ത കുറ്റത്തിന് മടി കിട്ടാം എന്നുള്ള എല്ലാ സാധ്യതയുണ്ട്. കാരണം അടി പല കാര്യങ്ങൾക്കും അതൊരു മരുന്നായിരുന്നു. ഒന്നാലോചിച്ച് നോക്കുമ്പോൾ കുറച്ചൊക്കെ അടി കിട്ടണത് നല്ലതാണെന്നുള്ളൊരു അഭിപ്രായക്കാരനാണ് ഞാൻ. കുറച്ചും കൂടി ആത്മധൈര്യമൊക്കെ കിട്ടാനും കുറച്ച് തൻ്റെ ഇടം വയ്ക്കാനും ഒക്കെ നല്ലതാണെന്ന് എനിക്ക് തോന്നാറുണ്ട്.
ഈ ക്ലാസ് റൂമിലിരിക്കുമ്പോൾ ഇന്നത്തെ തലമുറയ്ക്കുള്ളൊരു ഭാഗ്യം, അതായത് കുറേയും കൂടിയും സൗകര്യങ്ങൾ കൂടുതലാണ്. അന്നൊക്കെ ഞങ്ങൾക്ക് വളരെ വളരെ പരിമിതമായിട്ടുള്ള സൗകര്യങ്ങൾ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. പക്ഷേ സൗകര്യങ്ങൾ കൂടുന്തോറും നമ്മൾ അഡാപ്റ്റബിലിറ്റി കുറയാൻ സാധ്യതയുണ്ടെന്ന് എനിക്ക് തോന്നാറുണ്ട്. എനിവേ, അതെൻ്റെ ഒരു പേഴ്സണൽ ഒപ്പീനിയനാണ്. ഇന്ന് എൻ്റെ കൂടെ എൻ്റെ ഒപ്പം സ്കൂളിൽ പഠിച്ചിരുന്ന ഒരു സഹപാഠിയും വന്നിട്ടുണ്ട്, ചേറു. ഞങ്ങൾ ഒത്തിരി വർഷം ഒരുമിച്ച് പഠിച്ചതാണ്. ചേറു അതിനുശേഷം ഗവൺമെൻറ് ജോലിയായിരുന്നു. പക്ഷേ ആ ഗവൺമെൻറ് ജോലിയുടെ ഇടയ്ക്ക് തന്നെ ധാരാളം സോഷ്യൽ സർവീസ് ആക്ടിവിറ്റി ചെയ്യുന്നുണ്ടായിരുന്നു. അതുകൂടാതെ ഇവിടെ ഒരു പകൽ വീട്, വയസ്സായിട്ടുള്ളവർക്ക് വേണ്ടിയിട്ട് ഒരു പകൽ വീട് നടത്തുന്ന ആളാണ്. അതാണ് ചെറുവിൻ്റെ പ്രത്യേകത. ചെറു ഈ നാട്ടിലെല്ലാവർക്കും ഒരു അഭിമാനമായിട്ടാണ് പറയാറുള്ളത്. എൻ്റെ ക്ലാസ്മേറ്റാണ് കൊച്ചൗസഫ്. മാത്രമല്ല, ഞാൻ എന്ത് നല്ല കാര്യം ചോദിച്ചാലും കൊച്ചൗസഫ് അനുവദിക്കാറുണ്ട്. ഈ അടുത്ത പ്രദേശത്ത് ഏറ്റവും നന്നായി നടക്കുന്ന ഒരു പകൽ വീട് മുഴുവൻ പണിത് തന്നത് കൊച്ചൗസഫാണ്. അവൻ്റെ അപ്പനും അമ്മയും ഇതിന് വലിയ അനുകൂലിയാണ്. മാത്രമല്ല, ഇപ്പോൾ അതിനുവേണ്ടി കുറേ സ്പെഷ്യൽ മാസം തോറും പൈസ തരുന്നുണ്ട്. ഇത് വർദ്ധിപ്പിക്കാൻ പോകുന്നു. ഈ വയസ്സന്മാരെ നോക്കാന്ന് പറഞ്ഞാൽ ഏറ്റവും വലിയ പുണ്യപ്രവൃത്തിയാണ്. അവരെ ഈ എപ്പോഴും പ്രാർത്ഥിക്കുകയും എന്നും നന്ദി പറയുകയും ചെയ്യുന്നുണ്ട്. ഈ നാടിന് ഏറ്റവും വലിയ സമ്പത്താണ് ഈ പകൽ വീട്. രാവിലെ കൊണ്ടുവരെ രാത്രി കൊണ്ടാക്കി കൊടുക്കുക, പകൽ സമയം മുഴുവൻ ഭക്ഷണം, മരുന്ന്, വസ്ത്രം ഇതൊക്കെ ഫ്രീ ആയിട്ട് കൊടുത്ത് അവരെ സന്തോഷിപ്പിക്കുക, മുഴുവൻ സമയം സന്തോഷിപ്പിക്കുക. അതിനുള്ള അവസരം ഉണ്ടാക്കി തന്നത് കൊച്ചൗസഫ. V-Guard എന്നുള്ള സ്റ്റെബിലൈസർ കണ്ടുപിടിച്ചപ്പോൾ അന്നത്തെ ആ കൊച്ചൗസഫിനെയാണ് എൻ്റെ മനസ്സിൽ ഓർമ്മ വന്നത്. ഞാനിപ്പോൾ നിൽക്കുന്നത് തൃശ്ശൂർ സെൻറ് തോമസ് കോളേജിൻ്റെ മുറ്റത്താണ്. ഞാൻ എൻ്റെ 5 വർഷത്തെ കലാലയ ജീവിതം ഇവിടെയായിരുന്നു. BScക്കും MScക്കും പഠിച്ചത് ഇവിടെയാണ്. ഒത്തിരി ഓർമ്മകൾ എനിക്കുണ്ടായിട്ടുണ്ട്. അതിനകത്തൊരു പ്രത്യേകിച്ചൊരു കാര്യം ഉണ്ടായിരുന്നത്, ഞാൻ MScക്ക് പഠിക്കുമ്പോൾ ഇവിടെ ഒരു കോളേജ് ഇലക്ഷന് മത്സരിക്കാനുള്ളൊരവസരം, ഒരു സ്വതന്ത്ര സ്ഥാനാർത്ഥിയായിട്ട് മത്സരിക്കുകയും മറ്റ് ഒരു സ്ഥാനാർത്ഥിയെ തോൽപ്പിക്കാൻ സാധിച്ചു എന്നുള്ളത് എനിക്കിപ്പോഴും ഒരു സന്തോഷമുള്ളൊരു കാര്യമാണ്. ഞാനിവിടെ BSc ഫിസിക്സ്, MSc ഫിസിക്സ് അതിനുവേണ്ടിയാണ് 5 വർഷം ഇവിടെ ചിലവഴിച്ചത്. താമസം സെൻറ് തോമസ് കോളേജിൻ്റെ ഹോസ്റ്റലിലായിരുന്നു. അപ്പോൾ ഒത്തിരി അനുഭവങ്ങൾ ഇപ്പോഴും ഓർമ്മയിൽ വരുന്നുണ്ട്. പഴയ കൂട്ടുകാർ, ഒപ്പം പഠിച്ച കൂട്ടുകാർ, സാറുമാർ, അതിൽ പലരും ഇന്ന് ഇല്ല. സാറുമാരിൽ പലരും ഇന്നില്ല. ഞാനൊക്കെ അന്ന് പഠിച്ചിരുന്ന സമയത്ത് സെൻറ് തോമസ് കോളേജ്
ബോയ്സ് ഓൺലി കോളേജായിരുന്നു. അപ്പോൾ പക്ഷേ ഇന്നിപ്പോൾ അതല്ല, ഇന്ന് മിക്സഡ് കോളേജാണ്. അപ്പോൾ അന്ന് പെൺപിള്ളേരെ കാണണമെങ്കിൽ തൊട്ടടുത്ത് സെൻറ്റ് മേരീസ് കോളേജുണ്ട്. അപ്പോൾ ഞങ്ങൾക്ക് സിറ്റിയിലേക്ക് പോകണമെങ്കിൽ, ടൗണിലേക്ക് പോകണമെങ്കിൽ ഒന്ന് ചുറ്റിക്കറങ്ങി സെൻറ്റ് മേരീസ് കോളേജിൻ്റെ ഗേറ്റിൽ കൂടെ പോകുക എന്നുള്ളൊരു പതിവ് ബഹുഭൂരിപക്ഷം ആൺപിള്ളേരും ചെയ്തിരുന്ന ഒരു സൽകൃത്യമാണ് എന്ന് കൂടി പറയാം. ഞാൻ സെൻറ് തോമസ് കോളേജിൽ പഠിച്ചിരുന്നപ്പോൾ ഫിസിക്സ് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ ഒരു അഭിമാനമായിരുന്നു MK മേനോൻ സാറ്. MK മേനോൻ സാറിനെ പറ്റി ഞങ്ങൾ ഓർക്കുമ്പോൾ ആളുടെ ആ സ്വരഗാംഭീര്യം, വളരെ സ്ട്രോങ് സ്വരമായിരുന്നു. തന്നെയല്ല ആളുടെ ക്ലാസ് വളരെ വളരെ എനർജറ്റിക് ആയിരുന്നു. അതൊക്കെ ഇപ്പോഴും ഞങ്ങൾക്ക് ഓർമ്മയുണ്ട്. സാറ് എന്നെ ഓർക്കുന്നുണ്ടാവോ? തീർച്ചയായിട്ടും. കൊച്ചൗസപ്പ് BSc സ്പെഷ്യൽ BScക്കാണ് അവിടെ ജോയിൻ ചെയ്തത്. അതായിട്ട് പിന്നെ അത് കഴിഞ്ഞ് MSc 2 കൊല്ലം എൻ്റെ അടുത്തുണ്ടായിരുന്നു. ഈ 5 കൊല്ലം ഞാൻ പഠിപ്പിച്ചു. അപ്പോൾ ഏറ്റവും എന്നെ അട്രാക്ട് ചെയ്ത പ്രോപ്പർട്ടി ഇന്നോവേറ്റിംഗ് ക്യാരക്ടറിസ്റ്റിക്. അതായത് ഏതെങ്കിലും ഒരു എക്സ്പെരിമെൻ്റ് കൊടുത്താൽ അത് ക്ലിയറായിട്ട് ഹൈ സ്കില്ലോട് കൂടി കംപ്ലീറ്റ് ചെയ്യുക എന്നുള്ളതായിരുന്നു കൊച്ചൗസപ്പിൻ്റെ ഏറ്റവും വലിയ ക്യാരക്ടറിസ്റ്റിക്. ഈ വോൾട്ടേജ് സ്റ്റെബിലൈസർ സെനർ ഡയോഡ് വെച്ചിട്ട് ഞാൻ ക്ലാസ് എടുത്തു. ആ ഇത് സെനർ ഡയോഡിൻ്റെ റേറ്റിങ്സ് എന്താണെന്ന് എന്നോട് ചോദിച്ചപ്പോൾ പിൽക്കാലത്ത് ഞാൻ മനസ്സിലാക്കിയത് V-ഗാർഡ് എന്നുള്ള സ്റ്റെബിലൈസർ കണ്ടുപിടിച്ചപ്പോൾ അന്നത്തെ ആ കൊച്ചൗസപ്പിനെയാണ് എൻ്റെ മനസ്സിൽ ഓർമ്മ വന്നത്. പിന്നീട് കാലത്ത് ഞാൻ അറിഞ്ഞു പറ്റപ്പോൾ ഈ വ്യത്യസ്ത മണ്ഡലങ്ങളിലേക്ക് പടർന്നു പിടിക്കാനുള്ള കഴിവ് അതെന്നെ വല്ലാതെ ആകർഷിച്ചു. അതിനു പുറമെ ഞാൻ പഠിപ്പിക്കുന്ന കാലം തൊട്ട് മാതാ പിതൃ ഗുരു ദൈവം, ഗുരുവിനെ ദൈവതുല്യനായിട്ട് കണക്കാക്കുക, അത്രയും ഹമ്പിളും പൊളൈറ്റായിട്ട് അവരോട് ബിഹേവ് ചെയ്യുക. ഒരുപക്ഷെ ആ ഇതായിരിക്കും കൊച്ചൗസപ്പിനെ ഏറ്റവും വലിയ സക്സസ്സിലേക്ക് ലീഡ് ചെയ്ത്. പിന്നെ എന്നെ ആകർഷിച്ച ഒരു ക്യാരക്ടറിസ്റ്റിക്ക്, ഒരു തവണ സെൻറ് തോമസ് കോളേജിലെ ഒരു മീറ്റിങ്ങിന് വേണ്ടിയിട്ട് കൊച്ചൗസപ്പിനെ ഞാൻ വരുത്തി. ആ സമയത്ത് എൻ്റെ തന്നെ സ്റ്റുഡൻ്റായിട്ടുള്ള കമ്മീഷണർ ഓഫ് ഇൻകം ടാക്സ് ലോനച്ചൻ കുര്യാക്കോസിനെ ഞാൻ വിളിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അദ്ദേഹം പറഞ്ഞു, പക്ഷേ ആരാണ് വേദിയിലുണ്ടാവുക എന്ന് വെച്ചു. അപ്പോൾ ഞാൻ പറഞ്ഞു കൊച്ചൗസപ്പാണ് കൂടെ ഞാൻ ക്ഷണിച്ചേക്കണേ എന്ന് പറഞ്ഞപ്പോൾ ഞാൻ വരാം. എന്താ വെച്ചാൽ ഹീ ഈസ് ദ മോസ്റ്റ് ഓണസ്റ്റ് ടാക്സ് പെയർ ഇൻ മൈ ജുഡീഷ്യറി സർക്കിൾ. അപ്പോൾ അത് കാരണം ഒരു ഓണസ്റ്റ് ടാക്സ് പെയർ എന്നുള്ള വാക്ക് കേട്ടപ്പോൾ വാസ്തവത്തിൽ എനിക്കൊരു അഭിമാനം തോന്നി. ഇത്തരത്തിലുള്ള സ്റ്റുഡൻസാണ് എൻ്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ നേട്ടം. ഒരു ടീച്ചർ എന്നുള്ള നിലയ്ക്ക് ഞാൻ എന്തെല്ലാം ഐഡിയോളജിയിലേക്ക് വേണ്ടി നിലകൊണ്ടു വെച്ചെങ്കിൽ അതൊക്കെ കൊച്ചൗസപ്പിൽ കണ്ടു. പിന്നെ ഏറ്റവും വലിയ മഹത്തായിട്ടുള്ള കാര്യം ഇപ്പം നടന്നത് നിങ്ങൾ അറിഞ്ഞിട്ടുണ്ടാവും. അതായത് കൊച്ചൗസപ്പ് സ്വന്തം കിഡ്നി ദാനം ചെയ്ത് ഒരു ജീവനെ രക്ഷിച്ചു എന്ന് പറയണത് എന്നെ സംബന്ധിച്ച ഏറ്റവും മഹത്തായിട്ടുള്ള ഒരു കർമ്മമാണ്. അതിലും എൻ്റെ സ്റ്റുഡൻ്റ് ലോക പ്രസിദ്ധി നേടി. ഇതിലും മീതെ ഒരു ടീച്ചർക്ക് വേറെ ഒന്നും ആശിക്കാനില്ല. എൻ്റെ ഒപ്പം 5 വർഷം എൻ്റെ ഒപ്പം ഇരുന്ന് പഠിച്ച ഒരാളെ ഞാൻ പരിചയപ്പെടുത്താം. അച്യുതൻ ഞാനും 5 വർഷം BScക്കും MScക്കും ഒരുമിച്ച് പഠിച്ചതാണ്. പിന്നെ അച്യുതൻ MSc ഫിസിക്സ് കഴിഞ്ഞിട്ട് അയാൾ ബാങ്കിൽ ചേർന്നു. അത് കഴിഞ്ഞിട്ട് പഞ്ചാബ് നാഷണൽ ബാങ്കിൽ മാനേജറായിട്ട് റിട്ടയർ ചെയ്തേ. ഞാൻ ചുരുങ്ങിയ വർഷം സയൻസൊക്കെ പിന്നെ കൊണ്ടു നടന്നു. അച്യുതൻ അതിൽ നിന്ന് വിട്ടു അല്ലേ? അതങ്ങനെ ഉണ്ടായത്. ഞാൻ 1973 ഞാൻ ബാങ്കിൽ ജോയിൻ ചെയ്തു. അപ്പോൾ ഞാൻ കൊച്ചൗസപ്പിനെ സംബന്ധിച്ച് ഞങ്ങൾ പരിചയപ്പെടുന്ന 1968 BScക്ക്.
സെൻറ് തോമസ് കോളേജ് 68 to 73 5 കൊല്ലാണ് നമ്മൾ പരിചയപ്പെട്ടത്. അപ്പോൾ എൻ്റെ നമ്മളെ അതൊരു പ്രത്യേക ഒരു ഫ്രണ്ട്ഷിപ്പ് തന്നെയായിരുന്നു ആ സമയത്ത് എന്നെ സംബന്ധിച്ച്. ആ പഠിത്തത്തിൻ്റെ കാര്യത്തിലും കളികളുടെ കാര്യത്തിലും സിനിമ കാണേണ്ട കാര്യത്തിലൊക്കെ ഒരുപാട് ഞാൻ നേരത്തെ പറഞ്ഞ നമ്മൾ അത്ര ബ്രൈറ്റ് ഒന്നുമല്ല, അല്ല ഈക്വൽ ഒരു ഇതായിരുന്നു നമ്മുടെ ആ കാര്യങ്ങളൊക്കെ. അപ്പോൾ ആ ഒരു 5 വർഷത്തെ ബന്ധം എനിക്ക് മറക്കാൻ പറ്റാത്തൊരു ഇതാണ്. അത് പ്രത്യേകിച്ച് എനിക്കും അതെ കൊച്ചു യൂസഫിൻ്റെ ആ സിംപ്ലിസിറ്റി എനിക്ക് വളരെയധികം ഇഷ്ടപ്പെട്ടിട്ടുണ്ട്. ഇറ്റ് വാസ് വെരി സിമ്പിൾ പല കാര്യങ്ങളിലും. പിന്നെ ഇപ്പം എനിക്ക് സത്യം എന്ന് പറഞ്ഞാൽ ഇപ്പം നമുക്കൊക്കെ ഒരു അഭിമാനമാണ് നമ്മുടെ ഒരു എൻ്റെ സഹപാഠി ഇത്രയും നല്ല ഉയർന്ന നിലയിൽ വരിക, അതും സ്വന്തമായൊരു അധ്വാനത്തിൽ കൂടിയാണ്, അല്ലാണ്ട് വെറുതെ അങ്ങനെ ചെയ്തിട്ടൊന്നുമല്ല. അതെനിക്ക് നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ്. ഇദ്ദേഹത്തിൻ്റെ ചരിത്രമായാലും ജീവിത ഇതുകളായാലും നമുക്ക് എല്ലാവർക്കും ലോകം എല്ലാവരും ഇപ്പോൾ അറിഞ്ഞു കഴിഞ്ഞിട്ടുണ്ട് കൊച്ചു യൂസഫ് ചിറ്റിലപ്പള്ളി ആരാണ്. അപ്പോൾ അത് അദ്ദേഹത്തിൻ്റെ കൂടെ പഠിക്കാനൊക്കെ നമുക്ക് ഒരുമിച്ച് ഇപ്പോൾ ആ ഒരു ഇത് കൊച്ചു യൂസഫ് ഇപ്പോൾ നമ്മളോട് കാണിക്കുന്നുമില്ല. ഇപ്പോഴും പഴയ ഫ്രണ്ട്ഷിപ്പും ഇതെല്ലാം ഇപ്പോഴും നമ്മളോട് കാണിക്കുന്നത് വളരെ ഈസിയാണ്. അപ്പോൾ ആൾ ജോലി തിരക്കായ കാരണമാണ് ഇപ്പോൾ നമ്മൾ സത്യം പറഞ്ഞാൽ കാണാൻ പറ്റാത്ത കണ്ടുമുട്ടാൻ പറ്റാത്തത്. ഫാദർ ഫ്രാൻസിസ് കുരിശ്ശേരി ഞാനും പ്രീ ഡിഗ്രിക്ക് ഒരുമിച്ച് പഠിച്ചിരുന്നു. അത് ക്രൈസ്റ്റ് കോളേജ് ഇരിഞ്ഞാലക്കുട. അന്ന് അദ്ദേഹം പ്രീസ്റ്റ് ആയിരുന്നില്ല. അപ്പോൾ ഞങ്ങൾ ക്ലാസ്മേറ്റ്സ് ആയിരുന്നു. അത് കഴിഞ്ഞ് ഞാൻ ഇങ്ങോട്ട് മാറി അച്ഛൻ്റെ ഒരു ലൈനിലേക്ക് പോയി. അങ്ങനെ പിന്നീട് വർഷങ്ങൾ കഴിഞ്ഞിട്ടാണ് പിന്നീട് ഞങ്ങൾ തമ്മിൽ കാണുന്നത്. ക്രൈസ്റ്റ് കോളേജിൻ്റെ അവിടെ പ്രിൻസിപ്പളായി അതിന് ശേഷമൊക്കെയാണ് ഞാൻ കണ്ടുമുട്ടുന്നത്. ഇപ്പോൾ ഫാദർ ഫ്രാൻസിസ് കുരിശ്ശേരി ഇവിടെ അമല മെഡിക്കൽ കോളേജിൻ്റെ ഡയറക്ടറാണ്. 1965-67 ഞാനും കൊച്ചു യൂസഫും ഒരുമിച്ച് ഇരിഞ്ഞാലക്കുട ക്രൈസ്റ്റ് കോളേജിൽ പ്രീ ഡിഗ്രി ഫസ്റ്റ് ഗ്രൂപ്പ് എടുത്ത് പഠിക്കുന്നത്. ഇത്രയും മഹാനായി തീരാൻ പോകുന്ന ഒരാളുടെ കൂടെയാണ് ഇരിക്കുന്നത് എന്നുള്ള ബോധ്യം അന്ന് എനിക്കുണ്ടായിരുന്നില്ല. പിന്നീടാണ് ബിബ്ലിക്കൽ ഭാഷയിൽ പറഞ്ഞാൽ ഈ ശിശു അത്ഭുത ശിശുവാണെന്ന്